നമസ്കാരം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ടി മുൻകൈയെടുത്തത് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. എന്നാൽ അന്നൊക്കെ UDF നടത്തുന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നടത്തുന്ന ഏറ്റവും വലിയൊരു അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് CPM-ഉം അതോടൊപ്പം തന്നെ പാർട്ടി പത്രമായ ദേശാഭിമാനിയും ഇതിനെ കടൽക്കൊള്ള എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത്. അന്ന് മുതൽ ഈ വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ CPM വലിയ തോതിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടെ അദാനിയെ നിർമ്മാണത്തിന് എത്തിച്ചത് ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഒരു കാരണവശാലും ഈ പദ്ധതി മുന്നോട്ട് പോകരുത് എന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടാകുകയും കേന്ദ്ര ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും കേന്ദ്ര സർക്കാർ അദാനിയുമായി വിഷയം ചെയ്യുകയും ചർച്ചകൾ ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് വിഴിഞ്ഞത്തിന് വീണ്ടും ഒരു ജീവൻ വയ്ക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ CPM-നെയും പിണറായി സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ട് പോസ്റ്ററുകൾ വരുന്നുണ്ട്. ചരിത്ര നിമിഷത്തിലേക്ക് നങ്കുരമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് ഇപ്പോൾ ദേശാഭിമാനി പത്രം വാർത്ത നൽകിയിരിക്കുകയാണ്. ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ തീരം തൊട്ടു. രാവിലെ 7ഓടെ ഔട്ടർ ഏരിയയിലെത്തിയ സാൻ ഫെർണാണ്ടോ രാവിലെ 9 മണിയോടുകൂടി തുറമുഖത്തേക്ക് അടുപ്പിച്ചു. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ വിഴിഞ്ഞം അധികൃതർ സ്വീകരിച്ചത്. BJP നേതാവ് സന്ദീപ് വചസ്പതി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഇടതുപക്ഷത്തെയും ദേശാഭിമാനി പത്രത്തിന്റെ സ്വഭാവം തുറന്നു കാട്ടുകയാണ്. സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്: ഛർദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പക്ഷേ ചിലർക്ക് കഴിയും. അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ. സർ CP രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞം തുറമുഖം. MV രാഘവൻ, ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. നിരവധി അപവാദങ്ങളും കുപ്രചാരണങ്ങളും മറികടന്ന് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് ജീവൻ നൽകിയത്. മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ്, കർത്തവ്യമാണ്, കടമയാണ്. അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തത്. പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അച്ചു നിരത്തിയാലും മായ്ക്കാനാകില്ല എന്ന് സന്ദീപ് വചസ്പതി പറയുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ കേന്ദ്ര നേതാക്കൾ എത്തിയപ്പോൾ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ പിണറായി സർക്കാർ ഉമ്മൻചാണ്ടി വലിയ അഴിമതിയാണ് കാണിക്കുന്നത്, ഈ വിഴിഞ്ഞം പദ്ധതിയും UDF-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, ഒരു വലിയൊരു കുംഭകോണം അഴിമതിയാണ് ഇത് നടക്കാൻ പോകുന്നത്, BJP നേതാക്കളും UDF-ഉം കൂടെ സംയുക്തമായി ചേർന്നിട്ട് വലിയൊരു അഴിമതി, ഇത്ര കോടി രൂപയുടെ അഴിമതി നടത്തുന്നുണ്ടെന്നൊക്കെ വാദോരാതെ പ്രസംഗിച്ചതാണ് ഇടതുപക്ഷ സർക്കാർ. അന്ന് അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നതാണ് ഈ പിണറായി വിജയനും ഉൾപ്പെടെയുള്ള നമ്മുടെ CPM എന്ന സർക്കാരും. പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ UDF സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ചെറുവിരൽ പോലും അനങ്ങിയിട്ടില്ല എന്ന് ഇപ്പോൾ ഒരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ പിണറായി സർക്കാർ വാദോരാതെ പ്രസംഗിക്കുന്നുണ്ട്. ഒരു നാട്ടിൽ സംസ്ഥാന സർക്കാർ, ഒരു നാട്ടിൽ ഒരു സർക്കാർ മാറി മാറി വരും. 5 വർഷം കഴിയുമ്പോൾ ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരും. അല്ലെങ്കിൽ മുമ്പിരുന്ന സർക്കാർ ഏത് പദ്ധതിയാണോ തുടക്കം കുറിച്ചത് ആ പദ്ധതി അവസാനിപ്പിക്കുക എന്നത് അടുത്ത സർക്കാരിന്റെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. അതേ ഇവിടെ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ പിണറായി വിജയൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ദേശാഭിമാനി പറയുന്നത് പോലെ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് പിണറായി സർക്കാർ ഒന്നുമല്ല എന്നത് നമുക്ക് വ്യക്തമാണ്.